ശശി തരൂർ ഈ വിഷയത്തിൽ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ഞാനന്ന് സഭയിൽ അംഗമായിരുന്നു. അന്ന് പാർട്ടി സ്റ്റാൻഡ് തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതായത് റഷ്യ ഉക്രൈനിലേക്ക് കടന്നു കയറിയത് തെറ്റായിപ്പോയി, അത് റഷ്യ ചെയ്ത തെറ്റാണെന്ന് അദ്ദേഹം അന്ന് സഭയിൽ പാർട്ടി ലൈൻ അനുസരിച്ച് തന്നെ പ്രസംഗിച്ചു. മിനിഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഉക്രൈനും റഷ്യയും തമ്മിലൊരു ധാരണയിലേക്ക് വരുന്നുണ്ട്, പ്രധാനമന്ത്രി രണ്ടുപേരെയും പോയിട്ട് കെട്ടിപ്പിടിച്ചു എന്നാണ്. അതിനൊരു അഭിനന്ദനം എന്ന് കണക്കാക്കണ്ട. വേണമെങ്കിൽ മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനം പ്രധാനമന്ത്രി സ്വീകരിച്ചു എന്നായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച് കാണുക. അതല്ലാതെ അതിന് മോഡി സ്തുതി എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ഒരു റീഡിങ് തോന്നിയത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ അദ്ദേഹം സംസാരിച്ച സ്ഥിതിക്ക് അദ്ദേഹം മറ്റൊരു വിഷയം കൂടെ പറയേണ്ടതായിരുന്നു. അന്താരാഷ്ട്ര വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ: ഒന്ന് റഷ്യൻ ഉക്രൈൻ യുദ്ധവും, രണ്ട് ഇസ്രായേലിൻ്റെ ഗാസയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒരുപാട് സ്ത്രീകളും കുട്ടികളും അവിടെ കൊല ചെയ്യപ്പെടുകയാണ്. ഇതിൽ ഇസ്രായേൽ ഇത്തവണ എടുത്തുള്ള തീരുമാനം ഒരിക്കലും അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണ പറഞ്ഞാൽ അവർ അങ്ങോട്ട് ആക്രമിച്ചു എന്നാണ്. ഇന്ന് ആരും അവർ അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. ഇന്ന് ട്രംപിൻ്റെ വാക്ക് കേട്ട് ഒരു രാജ്യത്തിന് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ പിന്നിൽ ഇസ്രായേൽ അല്ല, പിന്നിൽ അമേരിക്കയാണ്, ട്രംപാണ്. അതിനെ അവലംബിക്കാൻ കൂടെ അദ്ദേഹം തയ്യാറാവേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുക, അതുകൂടെ അദ്ദേഹം പറയേണ്ടതായിരുന്നു. ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ ദേശീയ നേതൃത്വം ഉണ്ടല്ലോ പാർട്ടിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ, അവർ തീരുമാനിക്കട്ടെ ബാക്കി കാര്യം. അതല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ തിരുത്തേണ്ടതാണെങ്കിൽ അത് തിരുത്തേണ്ടത് ദേശീയ നേതൃത്വമാണ്. അവിടെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു പങ്കുമില്ല. അത് ഇന്നലെ വ്യക്തമായിട്ട് KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പ്രതിപക്ഷ നേതാവ് അക്കാര്യം പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ.